2 ദിവസം ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് ബോറടിച്ചു തുടങ്ങിയല്ലേ. അപ്പൊ ഒരു 4-5 കൊല്ലമൊക്കെ ഒറ്റയ്ക്ക് ജീവിച്ച നമ്മുടെ അമ്മയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ അമ്മയ്ക്കേ ഇത്രയും അസുഖം ഉണ്ടായിരുന്നു നിനക്കറിയായിരുന്നു? ഇല്ല. ഡോക്ടർ പറഞ്ഞപ്പോഴേ ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയടാ. അമ്മ പറഞ്ഞത് നേരാടാ. നമുക്കൊക്കെ ജീവിതമായപ്പോഴേ നമുക്ക് വേണ്ടി ജീവിച്ച അമ്മേനെ നമ്മളങ്ങ് മറന്നുപോയി. ഹലോ, സന്ദീപ് സാറല്ലേ? അതെ. അമ്മയ്ക്ക് വേണ്ടിയുള്ള റൂം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നാ അമ്മയെ കൊണ്ടുവരുന്നത്? ഹലോ ഹലോ ആരാടാ? അത് ഓഫീസിൽ നിന്ന് വിളിച്ചതാ. നീ എന്തു പറയുന്നേ? അമ്മ അനാഥാലയത്തിൽ കൊണ്ടാക്കാനോ? എനിക്കറിയില്ല ചിത്ര, ഞാൻ ഭയങ്കര സന്തോഷത്തിലെടുത്ത തീരുമാനമൊന്നുമില്ല. നിനക്കറിയാലോ, അമ്മയെ കൊണ്ട് അവിടെ നിർത്താൻ പറ്റിയ സാഹചര്യമൊന്നുമില്ല. അപ്പൊ അമ്മ പറഞ്ഞ ഓപ്ഷൻ എന്താ തെറ്റ്? നീ എന്താ ഈ കൊച്ചു പിള്ളേരെ പോലെ സംസാരിക്കുന്നേ? ഇത് പുറത്തുള്ളവർ വല്ലതും അറിഞ്ഞാൽ കേൾക്കുന്നവർ തന്നെ എന്ത് പറയും? പോട്ടെ, നിന്റെ വീട്ടുകാരറിഞ്ഞാലോ? ഈ പ്രായത്തിൽ അമ്മയെ കെട്ടിക്കാൻ നടക്കുകയാണെന്ന് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? ഇതൊക്കെ നീ ഒന്ന് മനസ്സിലാക്ക്. എന്താ, നിനക്കൊന്നും പറയാനില്ലേ? സന്ദീപ്, എന്റെ വീട്ടുകാരെന്ത് പറയുന്നു എനിക്കറിയത്തില്ല. പക്ഷെ നീ ഈ ഒരു കാര്യത്തിന് നല്ലൊരു തീരുമാനം എടുത്താ നിന്നെ ഓർത്ത് ഞാൻ ഒരുപാട് അഭിമാനിക്കും.